സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളിൽ ജോയിൻ ചെയ്ത് റാസ് ലെവൽസ് പോലെയുള്ള ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്കുകളിൽ ജോയിൻ ചെയ്യുക. ദെൻ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. ഒത്തിരി പേര് കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കോപ്പി ട്രേഡിങ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് അതിനകത്ത് പുതിയ ആൾക്കാരെ എടുക്കാനുള്ള ഒരു സ്ലോട്ട് ഇല്ല. ഒരു സെക്കൻഡ് സെർവർ വരുന്ന മുറക്ക് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇപ്പോൾ കറൻ്റ്ലി എന്താ പറയുക, ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമേ ആയിട്ടുള്ള ഫുൾ സൈസിലെ ട്രേഡുകൾ തുടങ്ങിയിട്ട് അടുത്ത മാസം മുതൽ സെപ്റ്റംബർ 1 മുതലാണ് പ്രോപ്പർലി എല്ലാ ട്രേഡുകളും ഇൻക്ലൂഡിങ് സ്റ്റോക്ക് ഓപ്ഷൻസ് അതിനകത്ത് വരിക. ഇപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസ് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള ഒരു തിയറി പ്രകാരമാണ് അത് പോകുന്നത്. സോ കൂടുതൽ വലിയ മുന്നേറ്റങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കാം. പ്രധാനമായിട്ടും സെല്ലിംഗ് പ്രഷർ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് എക്സ്പേർട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 24,000 സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോകും എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വിക്സ് ഇന്ന് 16ന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. വിക്സ് കൂടുന്തോറും മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യത, അതായത് ആൾക്കാരുടെ നിക്ഷേപകരുടെ പാർട്ടിസിപ്പൻസിൻ്റെ ഭയമാണ് വിക്സ് പ്രധാനമായിട്ടും ഇൻഡയറക്റ്റ്ലി സൂചിപ്പിക്കുന്നത്. സോ ഭയം കൂടുന്തോറും മാർക്കറ്റ് വലിഞ്ഞ് താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ഇന്ന് എല്ലാ സെക്ടറുകളും ഇന്ന് റെഡിലാണ്. നിഫ്റ്റി ബാങ്കും മെറ്റലൊക്കെ നല്ല രീതിയിൽ മോശമായിട്ട് തന്നെ അത് താഴെത്തിയിട്ടുണ്ട്. ദെൻ നൈക്കയുടെ Q1 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 23% വർദ്ധിച്ചതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദാൽകോ Q1 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. IRCTC Q1 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 33% വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. ഈസ്മൈ ട്രിപ്പ് Q1 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 31% വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. അതേപോലെ മണപ്പുറം ഫിനാൻസിൻ്റെ Q1 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ പിറമൽ എൻ്റർപ്രൈസസ് അവരുടെ Q1 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 64% കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. ദെൻ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ Q1 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 36% വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഹൈലൈറ്റ്സ് ആയിട്ട് ഈ വൈകുന്നേരത്തിലുള്ളത്. US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയതാണ്. നസ്ദാഖൊക്കെ 239 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. കാര്യമായിട്ട് മുകളിലോട്ടോ താഴോട്ടോ പോയിട്ടില്ല. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി 24,186 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഓപ്പണായ സ്ഥലത്ത് നിന്ന് 159 പോയിന്റ് താഴെയാണ് മാർക്കറ്റ് ഉള്ളത്. നിക്കിയും ഹാങ്സങ്ങും നല്ല രീതിയിൽ ഗ്രീനിൽ തന്നെയാണുള്ളത്. നിക്കി 1207 പോയിന്റ് ഗ്രീനിലാണ്. ഒരു പക്ഷേ നാളെ നമ്മുടെ മാർക്കറ്റ് ഗ്രീനിലോട്ട്, അതായത് നല്ലൊരു റിക്കവറി ഉണ്ടാകുമോ എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ഈ ഒരു രീതിയിലുള്ള ഒരു പിക്ചർ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ മാർക്കറ്റ് നെക്സ്റ്റ് ഡേയിൽ തിരിച്ച് കയറാറുണ്ട്. നാളത്തെ കാര്യം നാളെ നോക്കാം. എന്തായാലും ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 5 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 243 പോയിന്റിൻ്റെ, അഥവാ 1% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 24,342 നിന്നും 203 പോയിന്റ് നഷ്ടത്തിൽ 24,139 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിൽ 9 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 41 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ദെൻ ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിക്ക് 164 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഓഗസ്റ്റ് മാസത്തിൽ 892 പോയിന്റിൻ്റെ, അഥവാ 3.56% നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 1.89% വർദ്ധിച്ച് 16.17 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിഫ്റ്റിയിൽ ഇന്ന് നാരോ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 563 പോയിന്റ് നഷ്ടത്തിൽ 50,395 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി 322 പോയിന്റ് നഷ്ടത്തിൽ 22,920
ഫിൻനിഫ്റ്റി 322 പോയിന്റ് നഷ്ടത്തിൽ 22,597 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 596 പോയിന്റ് നഷ്ടത്തിൽ 78,956 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് 120 പോയിന്റ് നഷ്ടത്തിൽ 12,685 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ $79.73 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോഴാണ് സാധാരണ ഇങ്ങനെ കയറി പോകാറുള്ളത്. $2,472 ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ റേറ്റ്. USD INR റേറ്റ് കുറേ ദിവസമായിട്ട് ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ്. 83.96 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് 2,107 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,239 കോടിയുടെ നെറ്റ് ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 867 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് നടന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 27,148 കോടിയുടെ സെല്ലിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 29,217 കോടിയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. അതുവഴി 2,069 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സംഭാവനയായിട്ട് നടന്നിരിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT മാത്രമാണ് ഇന്ന് ഒരു 0.01%, അതായത് ജസ്റ്റ് ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും റെഡിലാണ് അവസാനിച്ചത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് 0.5% മുന്നേറ്റം കാഴ്ചവെച്ചു. അതേസമയത്ത് മറ്റുള്ള ETF-കളെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഓറോ ഫാർമ 3.09% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ BPCL 3.54% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓറ ഫാർമ, TVS മോട്ടോഴ്സ്, ടൈറ്റൻ, അപ്പോളോ ഹോസ്പിറ്റൽ, ആസ്ട്ര DM, ടാറ്റ കൺസ്യൂമർ, ഡോക്ടർ റെഡ്ഡി പെർസിസ്റ്റന്റ്, HCL ടെക്, ഫെഡറൽ ബാങ്ക്, ബ്രിട്ടാനിയ, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ BPCL, IEX, HDFC ബാങ്ക്, PFC, HDFC ലൈഫ്, ചോല ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, കോൺകർ, ഹിൻപെട്രോ, ബന്ധൻ ബാങ്ക്, UPL, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു. 590 സ്റ്റോക്കുകൾ NSEയിൽ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,765 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ PCR 0.53 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മൂവ്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. 24,139 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് കേവലം 19 പോയിന്റ് മുകളിലായിട്ട് 24,158 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 24,500 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 1,14,00,000 ഇത്. 24,000 62 ലക്ഷം പുട്ട് റേറ്റിംഗ് ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.55 ആണ് നാളെ 55 വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 49,832 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 256 പോയിന്റ് മുകളിലായിട്ട് 50,088 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 50,500 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. 51 ലക്ഷം. 50,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത്. 19 ലക്ഷമാണ്. നാളെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. വ്യാഴാഴ്ച ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അവധി ആയതുകൊണ്ട് ആ എക്സ്പയറി ഒരു ദിവസം മുന്നോട്ടാക്കിയിട്ട് നാളെയാണ് 2 എക്സ്പയറി വരുന്നത്. സോ കുറച്ചധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് നാളെ. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് നാളെ വരെ ഒരു കമ്പനി എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ഇന്ത്യയുടെ റിസൾട്ടുകളാണ് കുറേയുള്ളത്. ഇന്ത്യ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ്, UK കോർ ഇൻഫ്ലേഷൻ റേറ്റ്, UK ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, India WPI fuel year on year, India WPI manufacturing year on year, India WPI inflation year on year. ഇത്രയും ഡാറ്റകൾ നാളെ വരാനുണ്ട്. ഇന്ന് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പം റാസ് ലെവൽസിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഹയർ സൈഡിൽ ഓപ്പൺ ആയിട്ട് താഴോട്ടാണ് മാർക്കറ്റ് വന്നത്. നല്ല രീതിയിലുള്ള, അതായത് ഒരു പൊട്ടാത്ത റെസിസ്റ്റൻസ് ആണ് എന്ന് കരുതിയിരുന്ന ഈ ഒരു സോൺ ക്ലിയർലി മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ എടുത്തിട്ട് അവിടെ നിന്ന് പൊട്ടിച്ച് തകർത്തെറിഞ്ഞ് താഴോട്ട് പോയി. 22,830 താഴോട്ട് പോവില്ല എന്നായിരുന്നു രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് കയറും എന്നാണ്. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് അതിനെ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയിട്ട് റാസ് ലെവൽസിൻ്റെ അവസാനത്തെ ലെവലും തൊട്ടിട്ടാണ് ഇന്ന് നിർത്തിയത്. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ചുരുക്കി കാണരുത്. 4 വരയിട്ടിട്ട് മാർക്കറ്റ് അവിടെ നിൽക്കും എന്ന് പറഞ്ഞാലൊന്നും അത് നടക്കില്ല. ന്യൂസിൻ്റെ ശക്തിക്കനുസരിച്ചിട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടേയിരിക്കും. സോ
ലൈവ് മാർക്കറ്റിൽ എന്താണോ നമ്മൾ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി പൊട്ടാൻ വേണ്ടി നിൽക്കുകയാണ്, ഒരു അറ്റത്ത് കയ്യാലപ്പുറത്ത് കയറി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഫർദർ ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ 23,992 അഥവാ 24,000 എന്ന കഴിഞ്ഞ മാസത്തെ ലോയാണ്. അതിൽ സപ്പോർട്ട് എടുത്താൽ മാർക്കറ്റ് നിന്നു, അല്ലെങ്കിൽ പൊട്ടിത്തകർന്ന് താഴെ പോകും ഈ സാധനം. അതേപോലെ സെൻസെക്സ് ഒക്കെ ശരിക്കും കഴിഞ്ഞ മാസം ലോയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ദെൻ ഇവിടെ മിഡ് ക്യാപ്പും കൺസോളിഡേഷൻ ആയിരിക്കും. മിഡ് ക്യാപ്പ് അങ്ങനെ പെട്ടെന്ന് വീഴും എന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്ന് അതെങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് തൂങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സംഭവം ബെയറിഷാണ്, വീഴുവാൻ എല്ലാവിധ സാധ്യതകളുണ്ട്. പക്ഷേ ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ 49,800 വരെ ഇറങ്ങി വന്ന ഫ്യൂച്ചറിൻ്റെ പ്രൈസ് തിരിച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് നേരെ കയറിപ്പോയിട്ട് 50,100 അടുത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ പ്രൈസ്. സോ അത് സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ നാളെ ക്ലിയർലി ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി വരുമോ എന്ന ഒരു സൂചനയാണ് അത് തരുന്നത്. നമ്മളത് കൃത്യമായി ടെക്നിക്കൽസിൻ്റെ ബേസിൽ പോകുന്നത്, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കി പോകുന്നവരെ ട്രാപ്പിലാക്കുന്ന രീതിയിലാണ് ഇത് ശരിക്കും എക്സ്പീരിയൻസിൻ്റെ മുകളിലാണ് ഏതൊരു ട്രേഡറിനും ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. എളുപ്പത്തിൽ ഇപ്പോൾ ടെക്നിക്കൽസിൻ്റെ ബേസിൽ പോകുന്നവർക്കാണെങ്കിൽ ഈ രീതിയിൽ ഇത് ഇവിടുന്ന് ഫർദർ പൊട്ടി താഴെ പോകണം. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങിൽ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് തിരിച്ച് നന്നായി കയറി വന്നിട്ടുണ്ട്. 50,000 മുകളിലേക്ക് വന്നു. 50,000 ഹയസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, അതായത് പേഴ്സണലി ഓരോരുത്തരും നോക്കി കാണുന്ന ഒരു ലെവലാണത്. സോ ആ ഒരു ലെവലിൽ മാർക്കറ്റ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട്. 80,88 മറ്റോ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു നാളെ ഒരു തിരിച്ച് കയറാനുള്ള സാധ്യതയും ഉണ്ട്. പൂർണ്ണമായിട്ടും പൊട്ടും എന്ന് പറയാൻ പറ്റും. പക്ഷേ ആസ് പെർ ടെക്നിക്കൽ വ്യൂ അല്ലെങ്കിൽ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ആസ്പെക്ട്സും മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുന്നോടിയായിട്ട് മൊത്തം റീറ്റെയിലേഴ്സിനെയും കൺഫ്യൂസ് ആക്കിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. കാരണം പ്രമുഖ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് അതിനൊക്കെ ചർച്ച ചൂട് പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് നാളത്തെ മാർക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ 2 എക്സ്പയറി ആണുള്ളത്. കൂടാതെ മറ്റന്നാൾ അവധിയാണ്. പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച പ്രോപ്പർലി കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടും നാളെ മാർക്കറ്റിൽ ട്രേഡിങ്ങിനായിട്ട് ഇറങ്ങുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ഗുഡ് നൈറ്റ്.